നോമ്പെന്ന് പറയുന്നത് രണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കലാണ്. അതിനാണ് നോമ്പ് എന്ന് പറയാ. ഒന്ന് ശഹ്വത്തുൽ ബത്ൻ, മറ്റൊന്ന് ശഹ്വത്തുൽ ഫർജ്. മനുഷ്യന്റെ ഭക്ഷണം കഴിക്കുക, ഉണ്ണുക, കുടിക്കുക എന്ന പാനീയവും വെള്ളവും ഭക്ഷണവും കഴിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു പ്രക്രിയയെ അള്ളാഹു നിയന്ത്രിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. റമളാനിന്റെ പകലുകളിൽ നിങ്ങൾക്കൊരിക്കലും അത് പാടില്ല. നോമ്പെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, മുഴുവൻ ആളുകളും റമളാനിന്റെ പകലിൽ നോമ്പെടുത്തിരിക്കണം. ഭക്ഷണം മനുഷ്യന്റെ നുമുവിന്, മനുഷ്യന്റെ ഗ്രോത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പക്ഷെ അള്ളാഹു നമ്മുടെ ശരീരം സൃഷ്ടിച്ചതൊരു അത്ഭുതത്തിലാണ്. ആ വെള്ളവും ഭക്ഷണവും നിരന്തരം കൊടുക്കണമെന്നില്ല. കുറച്ച് പിടിച്ചു വെച്ചാലും ശരീരം വർക്ക് ചെയ്യും. നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾ അങ്ങനെയല്ല. പെട്രോൾ തീർന്നാൽ അവിടെ നിൽക്കും. ബാറ്ററിക്ക് ഓടുന്ന വണ്ടിയാണെങ്കിൽ ബാറ്ററി തീർന്നാൽ അവിടെ നിൽക്കും. അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. നേരെ മറിച്ച് മനുഷ്യന്റേത് അങ്ങനെയല്ല. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. 4 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട് ശരീരത്തിന്. അത് അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിപ്പാണ്. മനുഷ്യന്റെ വികാരവും നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു. ഭാര്യ ഭർത്തൃ ബന്ധം പകൽ സമയങ്ങളിൽ റമദാനിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. കണ്ണുകളെയും കാതിനെയും മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയൊരു നിയമമാണ്. ഈ നിയമം അള്ളാഹു നടപ്പിലാക്കിയത് ഏത് സമയത്താണെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു മാസം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ റമളാൻ നിങ്ങൾ അറിയുമോ? ഈ റമളാൻ ഏതാണ്? ഇത് അള്ളാഹുവിന്റെ വചനം ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു കാലമാണ്. ശുദ്ധമാസമാണത്. ലൈലത്തുൽ ഖദറിലായി സമാഉദ് ദുനിയയിലേക്ക് ഇറങ്ങിയ ഖുർആൻ റമദാൻ 24-ന് അഷ്റഫുൽ ഖൽഖിന് ഹിറാ ഗുഹയിൽ ഇറങ്ങിയത്. യഖറഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് റമദാനിൽ ഇറങ്ങിയ അള്ളാഹുവിന്റെ കലാം, ആ വിശുദ്ധ കലാമിന്റെ വാർഷികമാണ് വിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് റമദാനിന് ഒരുങ്ങുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഒരുക്കമാണ്. റമദാനിൽ ഒരുങ്ങുന്നത് നമ്മുടെ ഭോഗവും നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് റമദാനിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. റമദാനെ നമ്മൾ സ്വീകരിക്കാൻ അഹ്ലൻ റമദാൻ എന്ന നമ്മുടെ പരിപാടി. റമദാനെ നിനക്ക് സ്വാഗതം. നമ്മൾ റമദാൻ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടുത്തി നമ്മൾ അങ്ങ് റമദാനെ സ്വീകരിച്ചു. പക്ഷേ ഈ വരുന്ന റമദാന് നമ്മളെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ, അതൊരു വലിയ വിഷയമാണ്. അപ്പോഴല്ലേ സ്വീകരണം ശരിയാവുള്ളൂ. നമ്മൾ ഭയങ്കര സ്വീകരണം കൊടുത്തു, പക്ഷേ വരുന്ന ആൾക്കത് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം? റമദാനിന് അത് ഇഷ്ടമാകുമോ? റമദാനിന് നമ്മളെ ഇഷ്ടമാകുമോ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് റമദാൻ വരുന്നുണ്ടോ